ഹലോ ഫ്രണ്ട്സ്, നിശാഗന്ധിയുടെ നല്ലൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു ബഹുവർഷ കുറ്റിച്ചെടിയായ റോസ്മേരിയാണ് ഇന്നത്തെ അതിഥി. അലങ്കാര സസ്യം എന്നതിലുപരി ഔഷധ ഗുണങ്ങളും ഭക്ഷ്യഗുണങ്ങളുമുള്ള നല്ലൊരു സസ്യമാണിത്. വരൾച്ചയെ അതിജീവിക്കാനുള്ള കഴിവുള്ള നല്ലൊരു ചെടിയാണിത്. ഹെംലോക്ക് സൂചികൾക്ക് സമാനമായ ഇലകളുള്ള ഒരു സുഗന്ധമുള്ള കുറ്റിച്ചെടി കൂടിയാണ്. മെഡിറ്ററേനിയൻ പ്രദേശമാണ് റോസ്മേരിയുടെ ജന്മദേശം. ദീർഘകാലത്തേക്ക് ജലത്തിൻ്റെ കടുത്ത അഭാവത്തെ അതിജീവിക്കാനുള്ള കഴിവുകൂടി ഈ ചെടിക്കുണ്ട്. വസന്തകാലത്തും വേനൽക്കാലത്തും പൂക്കൾ തരുമെങ്കിലും ചൂടുള്ള കാലാവസ്ഥയിൽ നിറയെ പൂത്തു നിൽക്കുന്നത് കാണാം. വെള്ള, പിങ്ക്, നീല നിറത്തിലുള്ള പൂക്കളാണ് ഈ ചെടിയിൽ നമുക്ക് കാണാൻ കഴിയുക. സുഗന്ധ വ്യവസായങ്ങളിൽ മാത്രമല്ല, പൂന്തോട്ടങ്ങളിൽ അലങ്കാര സസ്യമായും വളർത്തുന്നുണ്ട്. പ്രധാനമായും ഇറ്റാലിയൻ ഭക്ഷണപദാർത്ഥങ്ങളിലാണ് ഇത് ഉപയോഗിച്ചു വരുന്നത്. ആൻറ്റി ഓക്സിഡൻറ്റുകളുടെ കലവറയാണ് റോസ്മേരി. വൈറ്റമിൻ എ, സി, തയാമിൻ, അയേൺ, സിങ്ക്, കോപ്പർ, മഗ്നീഷ്യം തുടങ്ങി ഒട്ടുമിക്ക എല്ലാ വൈറ്റമിൻസും നിറഞ്ഞിരിക്കുന്ന നല്ലൊരു ചെടിയാണിത്. റോസ്മേരി ഉണക്കി സൂക്ഷിക്കാനായിട്ട് നമുക്ക് കഴിയും. ഉണക്കി സൂക്ഷിച്ച പൊടികൾ നമുക്ക് ഭക്ഷണപദാർത്ഥങ്ങൾ ഉൾപ്പെടുത്താനും വളരെ നല്ലതാണ്. റോസ്മേരി ടീ, റോസ്മേരി ഓയിലൊക്കെ പ്രചാരത്തിലുള്ളവയാണ്. ഓർമ്മശക്തി വർദ്ധിപ്പിക്കുകയും സ്ട്രെസ്സ് കുറയ്ക്കാനും മുടിയുടെ ആരോഗ്യം നിലനിർത്താനും ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനും ദഹന വ്യവസ്ഥയ്ക്കും വായ്നാറ്റം അകറ്റാനൊക്കെ റോസ്മേരി വളരെ നല്ലതാണ്. കൂടാതെ കൊതുകിനെ അകറ്റുന്ന നല്ലൊരു സാധനം കൂടിയാണ് കേട്ടോ നമ്മുടെ റോസ്മേരി ഓയിൽ. റോസ്മേരിയുടെ ഇല ചതച്ചിട്ട് നമ്മൾ തുടയ്ക്കുന്ന വെള്ളത്തിലൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല സ്മെല്ലുണ്ടാകും. കൂടാതെ റോസ്മേരിയുടെ ഇല ചതച്ച് കിട്ടുന്ന നീര് നമുക്ക് കൊതുകിന് നേരെ പ്രയോഗിക്കുകയും ചെയ്യാം. നല്ല സുഗന്ധമുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ റൂമുകളിലെല്ലാം റോസ്മേരി ജനലിനോട് ചേർത്ത് വെയിൽ കിട്ടുന്ന ഭാഗത്ത് വയ്ക്കുന്നത് വളരെ നല്ലതായിരിക്കും. കാഴ്ചയിൽ ഒരു സാധാരണ ചെടിയാണെങ്കിലും പക്ഷേ ഇതിൻ്റെ സുഗന്ധം ആരെയും ആകർഷിച്ചു പോകും. അത്തരം നല്ല സുഗന്ധമുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ റൂമുകളിലൊക്കെ വെക്കുകയാണെങ്കിൽ ഈ ചെടി നമുക്ക് നല്ലൊരു പോസിറ്റീവ് എനർജി തരികയും ചെയ്യും. മുടി കൊഴിച്ചിലിന് വളരെ നല്ല ഒരു മെഡിസിൻ തന്നെയാണ് നമ്മുടെ റോസ്മേരി. അതുകൊണ്ട് തന്നെ എണ്ണ കാച്ചുന്നതിലെല്ലാം റോസ്മേരിയുടെ ഇലയും തണ്ടൊക്കെ ചതച്ചിട്ടിട്ട് എണ്ണ കാച്ചിയെടുക്കുന്നത് മുടിയുടെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്നു. വളരെ വലുതായി വളരാനും വർഷങ്ങളോളം ആകർഷകത്വം നിലനിർത്താനും കഴിയുന്ന ഒരു ചെടിയാണിത്. ഒരുപാട് സമയമെടുത്ത് വളരുന്നത് കൊണ്ട് തന്നെ ചട്ടികളിൽ വളർത്തിയെടുക്കാൻ നമുക്ക് കഴിയും. ഭക്ഷണ പദാർത്ഥങ്ങളിൽ സ്വാദിനായിട്ട് ഉപയോഗിക്കുന്നു. മാംസങ്ങളും പച്ചക്കറികളും ഉപയോഗിച്ച് കറി വയ്ക്കുമ്പോൾ നല്ല സുഗന്ധത്തിനും രുചിക്കും വേണ്ടി റോസ്മേരി ചേർക്കാറുണ്ട്. ഒരുപാട് ഗുണങ്ങളുള്ള നല്ലൊരു ചെടി ആയതുകൊണ്ട് തന്നെ കഴിവതും നമ്മുടെ എല്ലാവരുടെയും വീട്ടുവളപ്പിൽ വെച്ച് പിടിപ്പിക്കണമെന്ന് തന്നെയാണ് പറയാനുള്ളത്. ഇതുപോലെ നമ്മുടെ ചെടി ഇടയ്ക്കൊന്ന് നന്നായിട്ട് പ്രൂൺ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒരുപാട് ബ്രാഞ്ചസ് വന്ന് വീണ്ടും വീണ്ടും നല്ല ഇലകൾ വന്നിട്ട് നിറയെ പൂക്കൾ കൊണ്ടും നമ്മുടെ ചെടി നല്ല സുന്ദരിയായി തന്നെ കാണാം. കൂടാതെ ഈ മുറിച്ച് മാറ്റുന്ന കമ്പുകളെല്ലാം നമുക്ക് പുതിയ ചെടി ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം. ഈ കാണുന്ന സൈസിലുള്ള റോസ്മേരിയുടെ ചെടികൾ നമ്മുടെ ഔട്ട്ലെറ്റിൽ ലഭ്യമാണ്. ആവശ്യമുള്ളവർ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ നല്ലൊരു വിശേഷം. മറ്റു നല്ലൊരു വിശേഷവുമായി അടുത്ത ദിവസം വീണ്ടും കാണാം. ഓക്കെ, ബായ്.